അമേരിക്കയുടെ പോയ വാരം വിലയിരുത്തുന്ന അമേരിക്കൻ ന്യൂസ് വീക്ക് എന്ന ആഴ്ചവട്ട പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ഗായത്രി. ഫോമർ യൂത്ത് റെപ്രസെന്റേറ്റീവായി ഡൊണാൾഡ് ജോഫ്രിനെ യോങ്കേഴ്സ് മലയാളി അസോസിയേഷൻ നോമിനേറ്റ് ചെയ്തതായി പ്രസിഡന്റ് പ്രദീപ് നായർ അറിയിച്ചു. ഡെലവർ യൂണിവേഴ്സിറ്റിയിൽ ബിരുദ വിദ്യാർത്ഥിയായ ഡൊണാൾഡ് ജോഫ്രിൻ വാഴ്സിറ്റി ബോയ്സ് നീന്തൽ ടീമിന്റെ ക്യാപ്റ്റനും ചെസ് ക്ലബ് പ്രസിഡന്റുമാണ്. ഇതിനു പുറമെ ബിസിനസ് ഓണേഴ്സ് സൊസൈറ്റി ട്രഷറർ, നാഷണൽ ഓണേഴ്സ് സൊസൈറ്റി സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നു. നോർത്ത് റോക്ക്ലൻഡ് ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ സാമൂഹിക രംഗത്തും ബൗദ്ധിക തലത്തിലും ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഡെലവെയർ യൂണിവേഴ്സിറ്റിയിൽ ബിരുദ വിദ്യാർത്ഥിയായ ഡൊണാൾഡ് ജോഫ്രിൻ വാഴ്സിറ്റി ബോയ്സ് നീന്തൽ ടീമിന്റെ ക്യാപ്റ്റനും ചെസ് ക്ലബ് പ്രസിഡന്റുമാണ്. ഇതിനു പുറമെ ബിസിനസ് ഓണർ സൊസൈറ്റി ട്രഷറർ, നാഷണൽ ഓണർ സൊസൈറ്റി സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നു. നോർത്ത് റോക്ക്ലാൻഡ് ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ സാമൂഹിക രംഗത്തും ബൗദ്ധിക തലത്തിലും ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഫോമയുടെ യുവജന പ്രതിനിധി എന്ന നിലയിൽ മികച്ച സംഭാവനകൾ ഡോൺ നൽകുമെന്ന് തങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന് എംപയർ റീജിയൻ RVP ഷോളി കുമ്പളുവേലി, നാഷണൽ കമ്മിറ്റി അംഗങ്ങളായ ബെറ്റി ഉമ്മൻ, ബിനു ജോസഫ്, വനിതാ പ്രതിനിധി ടീന ആശിഷ് എന്നിവർ പറഞ്ഞു. യോങ്കേഴ്സ് മലയാളി അസോസിയേഷൻ സെക്രട്ടറിയും ഫോമർ ജുഡീഷ്യൽ കൗൺസിൽ വൈസ് ചെയറുമായ ജോഫ്രിൻ ജോസിന്റെ പുത്രനാണ്. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. വടക്കേ അമേരിക്കയിലെ മലയാളി മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ഫ്ലോറിഡ ചാപ്റ്ററിന്റെ 2024-25 വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റ് JC പാറത്തുണ്ടിൽ, സെക്രട്ടറി ബിനു ചിലമ്പത്ത്, ട്രഷറർ എബി ആനന്ദ്, വൈസ് പ്രസിഡന്റ് ബിജു ഗോവിന്ദൻകുട്ടി, ജോയിന്റ് സെക്രട്ടറി സാബു മത്തായി എന്നിവരാണ് പുതിയ ഭാരവാഹികൾ. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ഫ്ലോറിഡ ചാപ്റ്ററിന്റെ പ്രത്യേക യോഗത്തിൽ ചാപ്റ്റർ പ്രസിഡന്റ് മാത്യു വർഗീസ് അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ജെസി പാറത്തുണ്ടിൽ, സെക്രട്ടറി ബിനു ചിലമ്പത്ത്, ട്രഷറർ എബി ആനന്ദ്, വൈസ് പ്രസിഡന്റ് ബിജു ഗോവിന്ദൻകുട്ടി, ജോയിന്റ് സെക്രട്ടറി സാബു മത്തായി എന്നിവരാണ് പുതിയ ഭാരവാഹികൾ. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ഫ്ലോറിഡ ചാപ്റ്ററിന്റെ പ്രത്യേക യോഗത്തിൽ ചാപ്റ്റർ പ്രസിഡന്റ് മാത്യു വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഇപ്പോഴത്തെ IPCNA നാഷണൽ അഡ്വൈസറി ബോർഡ് ചെയർമാനും മുൻ നാഷണൽ പ്രസിഡന്റുമായ സുനിൽ തൈമറ്റം യോഗത്തിൽ പങ്കെടുക്കുകയും ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ നേതൃത്വത്തിൽ മയാമിയിൽ നടന്ന അന്താരാഷ്ട്ര മാധ്യമ കോൺഫറൻസ് വൻ വിജയമാക്കാൻ ഫ്ലോറിഡ ചാപ്റ്ററിന്റെ സഹകരണത്തിൽ സുനിൽ തൈമറ്റം നന്ദി അറിയിച്ചു. ജോയ് കുറ്റ്യാനി, ജോർജ് വർഗീസ് എന്നിവർ പുതിയ ഭാരവാഹികൾക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു. ജനുവരി 10 കേരളത്തിൽ വെച്ച് നടക്കുന്ന മാധ്യമശ്രീ മാധ്യമരത്ന പുരസ്കാര ചടങ്ങിന് എല്ലാവിധ സഹകരണങ്ങളും പ്രഖ്യാപിച്ചുകൊണ്ട് യോഗം അവസാനിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. 3 പതിറ്റാണ്ടിലേറെ അമേരിക്കയിലെ മലയാളി സാമൂഹിക സാംസ്കാരിക ചാരിറ്റി രംഗങ്ങളിൽ നിറസാന്നിധ്യമായ ശ്രീ റെജി വർഗീസ് ഫൊക്കാന എന്ന മഹത് പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. ജൂലൈ മാസത്തിൽ നടത്തപ്പെടുന്ന ദേശീയ കൺവെൻഷനിൽ നടക്കുന്ന പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പിൽ ന്യൂയോർക്ക് റീജിയൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് അദ്ദേഹം മത്സരിക്കുന്നത്. ഏറ്റെടുക്കുന്ന ഏതു ചുമതലയും വലിയ ഉത്തരവാദിത്ത ബോധത്തോടെ നിർവഹിച്ച സ്തുത്യാർഹവും നിസ്തുലവുമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന പാരമ്പര്യമുള്ള ശ്രീ റെജി വർഗീസിന്റെ സാന്നിധ്യവും നേതൃത്വവും ഫൊക്കാനയുടെ വളർച്ചയ്ക്കും സംഘടനയുടെ ഐക്യത്തിനും കെട്ടുറപ്പിനുമായി ഉപയുക്തമാകുമെന്നതിൽ സംശയമില്ല. ജൂലൈ മാസത്തിൽ നടത്തപ്പെടുന്ന ദേശീയ കൺവെൻഷനിൽ നടക്കുന്ന പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിൽ ന്യൂയോർക്ക് റീജിയൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് അദ്ദേഹം മത്സരിക്കുന്നത്. ഏറ്റെടുക്കുന്ന ഏതു ചുമതലയും വലിയ ഉത്തരവാദിത്വ ബോധത്തോടെ നിർവഹിച്ച സ്തുത്യാർഹവും നിസ്തുലവുമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന പാരമ്പര്യമുള്ള ശ്രീ റെജി വർഗീസിന്റെ സാന്നിധ്യവും നേതൃത്വവും ഫൊക്കാനയുടെ വളർച്ചയ്ക്കും സംഘടനയുടെ ഐക്യത്തിനും കെട്ടുറപ്പിനുമായി ഉപയുക്തമാകുമെന്നതിൽ സംശയമില്ല. അമേരിക്കയിലെ ആദ്യകാല മലയാളി സംഘടനകളിലൊന്നായ ന്യൂയോർക്കിലെ സ്റ്റാറ്റൻ ഐലൻഡ് മലയാളി അസോസിയേഷന്റെ സജീവ പ്രവർത്തകനായ ശ്രീ റെജി വർഗീസ് ഒന്നിലധികം തവണ സംഘടനയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, പ്രോഗ്രാം കോർഡിനേറ്റർ തുടങ്ങിയ നിലകളിൽ തിളക്കമാർന്ന നേതൃത്വമാണ് നൽകിയിട്ടുള്ളത്. സ്റ്റാറ്റൻ ഐലൻഡിലെ മുഴുവൻ മലയാളി സമൂഹത്തെയും ഒന്നായി കാണുവാനും ഒരു കുടക്കീഴിൽ അണിനിരത്തി പ്രവർത്തിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സംഘടനാ പ്രവർത്തനത്തിലുപരി രാഷ്ട്രീയ രംഗത്തും ആധ്യാത്മിക രംഗത്തും സജീവ സാന്നിധ്യമായ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ഓവർസീസ് കോൺഗ്രസിന്റെ ന്യൂയോർക്ക് ചാപ്റ്റർ ട്രഷറർ എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യൻ അമേരിക്കൻ ദേശീയ രാഷ്ട്രീയ മേഖലയിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ശ്രീ റെജി വർഗീസ് അമേരിക്കൻ രാഷ്ട്രീയ രംഗത്ത് കൂടുതൽ മലയാളികൾ ഭാഗമാകണമെന്ന അഭിപ്രായക്കാരനാണ്. ആധ്യാത്മിക രംഗത്തും എക്യുമെനിക്കൽ രംഗത്തും സജീവമായ അദ്ദേഹം ന്യൂയോർക്കിലെ ഏറ്റവും മനോഹരമായ മലങ്കര ഓർത്തഡോക്സ് ദേവാലയം, സ്റ്റാറ്റൻ ഐലൻഡ് സെന്റ് ജോർജ് മലങ്കര ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ പുതിയ നിർമ്മിതിയുടെ കാലഘട്ടത്തിൽ ഉടനീളം ബിൽഡിംഗ് കമ്മിറ്റി ട്രഷററായിരുന്നു. കുറഞ്ഞ കാലയളവിനുള്ളിൽ ദേവാലയ നിർമ്മാണം പൂർത്തീകരിച്ച്
കൂദാശയ്ക്കായി സജ്ജമാക്കുവാൻ നേതൃനിരയിൽ നിന്നാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ചാരിറ്റി പ്രവർത്തനങ്ങളിലും എക്യുമെനിക്കൽ രംഗത്തും നിറസാന്നിധ്യമായ റെജി വർഗീസ് വിവിധ ചാരിറ്റി സംഘടനകളുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു. മെഡിക്കൽ, ബിസിനസ് രംഗങ്ങളിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം ഇപ്പോൾ ന്യൂയോർക്ക് സിറ്റി ട്രാൻസിറ്റ് അതോറിറ്റിയിൽ ഉദ്യോഗസ്ഥനാണ്. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ മാസ്റ്റർ ബിരുദധാരിയായ റെജി വർഗീസ് സ്വന്തമായ ബിസിനസ് വ്യാവസായിക രംഗത്തും സജീവമാണ്. കുടുംബത്തോടൊപ്പം ന്യൂയോർക്കിലെ സ്റ്റാറ്റൻ ഐലൻഡിൽ താമസിക്കുന്നു. ഫൊക്കാന തെരഞ്ഞെടുപ്പിൽ ന്യൂയോർക്കിൽ റീജിയൺ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. സൗത്ത് ഫ്ലോറിഡയിലെ പ്രമുഖ മലയാളി അസോസിയേഷനായ നവകേരള മലയാളി അസോസിയേഷൻ 3 പതിറ്റാണ്ടായി അമേരിക്കയിലെ മലയാളി മനസ്സുകളിൽ നിറസാന്നിധ്യമാണ്. ഒട്ടേറെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ചു വരുന്ന നവകേരള മലയാളി അസോസിയേഷൻ രൂപീകൃതമായി 3 പതിറ്റാണ്ട് തികയുന്ന ഈ വർഷത്തിൽ 3 നിർധന കുട്ടികൾക്ക് കൈത്താങ്ങാവുകയാണ്. ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ കഴിഞ്ഞ +2 പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും A+ വാങ്ങിയ മഞ്ജിമയ്ക്കാണ് നവകേരള മലയാളി അസോസിയേഷന്റെ ആദ്യത്തെ കൈത്താങ്ങ് ലഭ്യമാകുന്നത്. ആലപ്പുഴ ജില്ലയിലെ മണ്ണാഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ കഴിഞ്ഞ +2 പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും A+ വാങ്ങിയ മഞ്ജിമക്കാണ് നവകേരള മലയാളി അസോസിയേഷന്റെ ആദ്യത്തെ കൈത്താങ്ങ്. എല്ലാ വിഷയത്തിനും A+ വാങ്ങിയ മഞ്ജിമയെ ആദരിക്കാൻ സ്കൂൾ PTA അധികൃതരും ക്ലാസ് ടീച്ചേഴ്സും വീട്ടിലെത്തിയപ്പോഴാണ് മഞ്ജിമയുടെ ദുരിതപൂർണമായ ജീവിതം മനസ്സിലാക്കാൻ സാധിച്ചത്. സ്കൂളിൽ വളരെ മിടുക്കിയായി പഠിക്കുന്ന മഞ്ജിമയെക്കുറിച്ച് 100 നാവാണ് ക്ലാസ്സിലെ മറ്റു ടീച്ചർമാർക്കും വിദ്യാർത്ഥികൾക്കും. ക്ലാസ് ടീച്ചറായിരുന്ന വിധു നെഹറാണ് മഞ്ജിമയുടെ ഈ അവസ്ഥയെ നവകേരള മലയാളി അസോസിയേഷൻ ഭാരവാഹികളുമായി പങ്കുവച്ചത്. മഞ്ജിമയുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കി നവകേരള മലയാളി അസോസിയേഷൻ പ്രവർത്തകർ മറ്റൊന്നും ആലോചിക്കാതെ ആദ്യത്തെ വീട് മഞ്ജിമയ്ക്ക് തന്നെ പണിത് നൽകുവാൻ തീരുമാനിക്കുകയും ഈ വിവരം നവകേരള മലയാളി അസോസിയേഷന്റെ ട്രഷറർ സൈമൺ പാറത്താഴം അവരെ അറിയിക്കുകയും ചെയ്തു. നവകേരള മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ സുശീൽ നാലക്കാത്ത് ജൂൺ മാസത്തിൽ തന്നെ വീടിന് തറക്കല്ലിടുവാനും വീടിന്റെ പണി ആരംഭിക്കുമെന്നും അറിയിച്ചു. സൗത്ത് ഫ്ലോറിഡയിലെ അമേരിക്കൻ മലയാളി മനസ്സുകളിൽ അർപ്പണബോധത്തോടും ആത്മാർത്ഥതയോടും ഉത്തരവാദിത്വവും പ്രവർത്തിക്കുന്ന നവകേരള എന്നും ജന്മനാടായ കേരളത്തിനും വിശിഷ്യ അമേരിക്കൻ മലയാളി സമൂഹത്തിനും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുവാൻ സാധിച്ചു എന്നതും എടുത്തു പറയത്തക്ക സവിശേഷതയാണ്. ഇനിയും പ്രതിസന്ധികളെ തരണം ചെയ്ത് പരദൂഷണങ്ങൾക്കും ബാലിശമായ അഭിപ്രായ പ്രകടനങ്ങൾക്കും അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന കുൽസിത പ്രവർത്തനങ്ങൾക്ക് കുടപിടിക്കുന്നവർക്കും എതിരെ മുൻകാല പ്രവർത്തകർ തെളിയിച്ച വഴിയിലൂടെ അവർ നിർദ്ദേശിക്കുന്ന ഉപദേശങ്ങൾ ശിരസാവഹിച്ച് അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കുകയാണ് നവകേരള മലയാളി അസോസിയേഷന്റെ ലക്ഷ്യമെന്നും അതിനായി എല്ലാ പ്രവർത്തകരുടെയും സഹകരണങ്ങളും പിന്തുണയും ഉണ്ടാവണമെന്ന് സെക്രട്ടറി ലിജോ പണിക്കർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. കാലിഫോർണിയ മുതൽ ന്യൂയോർക്ക് വരെയുള്ള എല്ലാ മലയാളികളുടെ ഇടയിലും പേരെടുത്ത വ്യക്തിത്വം. അമേരിക്കൻ മലയാളി സംഘടനാ രംഗത്ത് ആദ്യമായി പിച്ചവെക്കുന്ന പുതുമുഖങ്ങൾക്ക് പോലും പ്രിയങ്കരൻ. മുഖത്തെപ്പോഴും പുഞ്ചിരി, ലാളിത്യമാണ് അദ്ദേഹത്തിന്റെ മുഖമുദ്ര. അമേരിക്കൻ മലയാളികൾക്കിടയിൽ ഒട്ടും ആമുഖം ആവശ്യമില്ലാത്ത ആ പേര് വേറൊന്നുമല്ല, ട്രൈസ്റ്റേറ്റ് മലയാളികളുടെ കണ്ണിലുണ്ണി, ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരൻ. അതാണ് ഷാലു പുന്നൂസ്. കാലിഫോർണിയ മുതൽ ന്യൂയോർക്ക് വരെയുള്ള എല്ലാ മലയാളികളുടെ ഇടയിലും പേരെടുത്ത വ്യക്തിത്വം. അമേരിക്കൻ മലയാളി സംഘടനാ രംഗത്ത് ആദ്യമായി പിച്ചവെക്കുന്ന പുതുമുഖങ്ങൾക്ക് പോലും പ്രിയങ്കരൻ. മുഖത്തെപ്പോഴും പുഞ്ചിരി, ലാളിത്യമാണ് അദ്ദേഹത്തിന്റെ മുഖമുദ്ര. അമേരിക്കൻ മലയാളികൾക്കിടയിൽ ഒട്ടും ആമുഖം ആവശ്യമില്ലാത്ത ആ പേര് വേറൊന്നുമല്ല, ട്രൈസ്റ്റേറ്റ് മലയാളികളുടെ കണ്ണിലുണ്ണി, ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരൻ. അതാണ് ഷാലു പുന്നൂസ്. ഫോമയുടെ സുപ്രധാന സംഘടനാ തെരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഷാലു പുന്നൂസ് നിൽക്കുന്നു. ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടതിൽ ഷാലു അഭിമാനിക്കുന്നു. ഒപ്പം ഷാലു തന്റെ കാഴ്ചപ്പാട് മലയാളികളുമായി പങ്കിടുന്നു. പൊതുസേവനത്തോടുള്ള ഷാലുവിന്റെ സ്വയം അർപ്പണം ഒരു ഫോമ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, സാധാരണ മലയാളികളുടെ ജീവിതത്തിൽ വ്യക്തമായ മാറ്റമുണ്ടാക്കാനുള്ള ആജീവനാന്ത ദൗത്യമാണ്. തത്വത്തിൽ അടിയുറച്ചതും അനുകമ്പയാൽ നയിക്കപ്പെടുന്നതും അനുഭവത്താൽ ഉറപ്പിച്ചതുമായ നേതൃത്വമാണ് ഷാലു മലയാളികൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അഗാധമായ ഉത്തരവാദിത്വത്തോടെയും അചഞ്ചലമായ പ്രതിബദ്ധതയോടെയും മലയാളി സമൂഹത്തെ സേവിക്കുകയും മലയാളികൾക്ക് വേണ്ടി വാദിക്കുക മാത്രമല്ല, കമ്മ്യൂണിറ്റിയെ ഉയർത്തുകയും വ്യക്തികളെ ശാക്തീകരിക്കുകയും എല്ലാവർക്കും ശോഭനമായ ഭാവിക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്ന നയങ്ങൾ സജീവമായി നടപ്പിലാക്കാൻ അശ്രാന്തം പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഷാലു പുന്നൂസ്. ഷാലുവിന്റെ ശ്രദ്ധേയമായ നേട്ടങ്ങൾക്കും അപ്പുറം ആഴത്തിലുള്ള അനുകമ്പയും സഹാനുഭൂതിയുമുള്ള ഒരു വ്യക്തിയുണ്ട്. ഈ മഹത്തായ രാജ്യത്ത് മലയാളികൾ നേരിടുന്ന വെല്ലുവിളികൾ ഷാലു മനസ്സിലാക്കുന്നു. അത് സാമ്പത്തികമോ സാമൂഹികമോ ആകട്ടെ, നൂതനമായ പരിഹാരങ്ങളിലൂടെയും സഹകരണ മനോഭാവത്തോടെയും ഈ വെല്ലുവിളികളെ നേരിടാനുള്ള കാഴ്ചപ്പാടും ധൈര്യവും ഷാലുവിനുണ്ട്. ഷാലുവിന്റെ സ്വന്തം വാക്കുകളിൽ, ഫോമയെ ഫലപ്രദമായി സേവിക്കാനുള്ള
തന്റെ കഴിവിൽ തനിക്ക് വിശ്വാസമുണ്ട്. നമുക്ക് ഒരുമിച്ച് നമ്മുടെ വിജയങ്ങൾ പടുത്തുയർത്താനും നിശ്ചയദാർഢ്യത്തോടെയും ഐക്യത്തോടെയും മുന്നിലുള്ള വെല്ലുവിളികളെ നേരിടാനും കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫോമയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പിന്തുണയും വിശ്വാസവും താൻ താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നു. നമുക്കൊപ്പം അണിനിരക്കാം. വരാനിരിക്കുന്ന തലമുറകൾക്ക് ശോഭനമായ കൂടുതൽ സമൃദ്ധമായ ഭാവിയിലേക്കുള്ള ഒരു പാത നമുക്ക് ഒരുമിച്ച് രൂപപ്പെടുത്താമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സംഘടനയെ, നമ്മുടെ ഫോമയെ ആത്യന്തികമായി ശക്തിപ്പെടുത്തുകയും നമ്മുടെ അംഗങ്ങളെ നന്നായി സേവിക്കുകയും ചെയ്യുന്ന മാന്യവും ക്രിയാത്മകവുമായ ഒരു പ്രക്രിയയാക്കി നമുക്ക് തിരഞ്ഞെടുപ്പിനെ മാറ്റാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഈ ആഴ്ചത്തെ അമേരിക്കൻ ന്യൂസ് വീക്ക് അവസാനിക്കുന്നതിന് മുൻപ് പോയ വാരത്തിലെ അമേരിക്കൻ മലയാളി സമൂഹത്തിൽ നിന്നുള്ള വൃത്താന്തങ്ങൾ ഒറ്റനോട്ടത്തിൽ. വേൾഡ് മലയാളി കൗൺസിൽ ഫിലാഡൽഫിയ പ്രൊവിൻസ് ജൂൺ 8 ശനിയാഴ്ച മദേഴ്സ് ആൻഡ് ഫാദേഴ്സ് ഡേ വിവിധ പരിപാടികളോടെ സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് ഹാളിൽ വെച്ച് നടത്തുകയുണ്ടായി. സാൻ ആന്റോണിയോയിൽ നടക്കുന്ന KCCNA കൺവെൻഷന്റെ ബാങ്ക്വറ്റ് കമ്മിറ്റി ചെയർപേഴ്സണായി സിറിൽ കട്ടപ്പുറത്തെ തിരഞ്ഞെടുത്തു. ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്ന് വിരമിക്കുന്ന കമ്മ്യൂണിറ്റി അഫയേഴ്സ് കോൺസൽ AK വിജയകൃഷ്ണന് ന്യൂയോർക്കിലെ കേരള സെന്റർ ഓഡിറ്റോറിയത്തിൽ വെച്ച് കേരള സെന്ററിന്റെ നേതൃത്വത്തിൽ വിവിധ മലയാളി സംഘടനകൾ യാത്രയയപ്പ് നൽകി. വയനാട് സ്വദേശിനി സിനി ജോണിന് സ്ട്രോസ് സർവീസ് എക്സലൻസ് അവാർഡ്. ഗ്രേറ്റർ ഷിക്കാഗോയുടെ ഹൃദയഭാഗത്ത് ഷോംബർഗിൽ നാഷണൽ ഇന്ത്യ ഹബ് ഫൗണ്ടേഷൻ ഉദ്ഘാടനം ചെയ്തു. കേരള അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ വാഷിംഗ്ടൺ പ്രസിഡന്റായിരിക്കെ 2022 100ഓളം പരിപാടികൾ ഒരൊറ്റ വർഷം നടത്തി ചരിത്രം സൃഷ്ടിച്ച ഡോക്ടർ മധു നമ്പ്യാർ ഫോമ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. യോങ്കേഴ്സ് സെന്റ് തോമസ് ഇടവകയിലെ MGO CSM അംഗങ്ങൾ വോളിബോൾ ട്രോഫി നേടി. സജിമോൻ നേതൃത്വം നൽകുന്ന ഡ്രീം ടീമിന്റെ ഭാഗമായി ഫൊക്കാനയുടെ 2024-26 ഭരണസമിതിയിൽ അനിൽ പിള്ള റീജിയൺ 7ന്റെ റീജിയണൽ വൈസ് പ്രസിഡന്റായി മത്സരിക്കുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകൾ, നിർദ്ദേശങ്ങളെല്ലാം അമേരിക്കൻ ന്യൂസ് വീക്കിനെ അറിയിക്കാം. ഞങ്ങളെ ബന്ധപ്പെടേണ്ട ഇമെയിൽ വിലാസം news@pravasichannel.com. ആഴ്ചവട്ട വർത്തമാനങ്ങളുമായി അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. സ്റ്റേ വിത്ത് us.